കാറ്റത്തെ കിളിക്കൊണ്ട് അടിപൊളി ഒരു പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നീതുവും വന്നിട്ട് പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാണ്ട് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് നമ്മളാകെ ഇത്രയും പേരല്ലേ ഉള്ളൂ മോനെ, പിന്നെ എന്തിനാ ഇത്രയും വലിയ വണ്ടി എന്ന് പറയുമ്പം അത് വലിയച്ഛനും അമ്മായി എല്ലാം വഴിയിൽ നിന്ന് കയറുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധി പറയുന്നുണ്ട് അച്ഛൻ അവർ വരുന്ന സമയത്ത് അവരൊന്നും പറയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭാസ്കരൻ ഓ ഞാനൊന്നും പറയത്തില്ല, ഇങ്ങനെ മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടെ പോകുന്നുണ്ട്. പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ അമ്മായി ചോദിക്കുന്നുണ്ട്, അല്ല ഈ വിവാഹ നിശ്ചയത്തിന് ഡേറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ആരൊക്കെ പോയായിരുന്നു പെണ്ണിൻ്റെ വീട്ടിലെന്ന് ചോദിക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട് ആരും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിൽ അവിടെ ആണെങ്കിൽ ഒരു പന്തലോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ എന്ത് വിവാഹ നിശ്ചയമായിട്ട് പന്തലും ഇല്ല, പിന്നെ അത് കണക്ക് പെണ്ണും ഒന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾ ബ്രോക്കറടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഈ വിവാഹ നിശ്ചയത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഭാസ്കരൻ ചോദിക്കണം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹരീഷും നികേഷും പറയുന്നില്ല ഞങ്ങൾക്കൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് എന്താ എൻ്റെ ചെറുക്കനിക്ക് കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കും അല്ല കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അന്നേ പറഞ്ഞായിരുന്നല്ലോ അവളെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവരാണെങ്കിൽ വീട്ടുകാർ വന്നിട്ടാണെങ്കിൽ കോംപ്രമൈസ് ആയിട്ട് ഇപ്പോൾ കുഴപ്പമില്ല, അവളെ ഭർത്താവിൻ്റെ കൂടെ തന്നെ പോയി ജീവിക്കാമെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. വലിയച്ഛനും അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് ഓഹ് അപ്പോൾ ഇത് രണ്ടാം കല്യാണം ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് പറയുന്നുണ്ട് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയാണോ കൊണ്ടുവന്നൊക്കെ ചോദിച്ചിട്ട് അവർ സുനിതയെ വലിച്ചെടുത്തുകൊണ്ട് പോയി. അവർ ട്രാവലറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട് നമ്മളെ സുഭാഷിൻ്റെ അടുത്ത്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ സുഭാഷ് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മളെ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ അങ്ങനെ ബഹളം വയ്ക്കാതെ പോകുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട് ബഹളം വയ്ക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അവരെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധിക്കാണെങ്കിലും നീതുവിനൊക്കെ ആണെങ്കിലും ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു വിവാഹ നിശ്ചയവും നടന്നില്ലല്ലോ. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടെ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ വലിയച്ഛൻ്റെ ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമ്മളെ ഭാസ്കരനും എല്ലാം കൂടെ അടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ പകുതി വഴി വെച്ച് അവർ ഇറങ്ങി പോയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയും വരാൻ നിങ്ങൾ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്ന നമ്മളെ സുധീഷും എല്ലാവരും ആണെങ്കിൽ പറയുന്നുണ്ട് ആ ബ്രോക്കറെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ നോക്കിയോ അയാളെ എനിക്ക് നല്ല കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബയ്യായി എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവരെല്ലാവരും വീട്ടിൽ ചെന്നതിന് ശേഷമാണെങ്കിൽ എല്ലാവരും നമ്മളെ സുഭാഷ് ചേട്ടനെ കിടന്ന് വഴക്ക് കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭാസ്കരനാണെങ്കിൽ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് നോക്കി ഇനി സുഭാഷ് ചേട്ടൻ പെണ്ണ് നോക്കണ്ട, ഞങ്ങൾക്കറിയാം പെണ്ണ് നോക്കാൻ, ഈ പിന്നെ വീട്ടിൽ ചോറും കറിയും വെക്കുന്നതും കൺസ്ട്രക്ഷൻ അവിടെ പോയി വർക്ക് ചെയ്യുന്നതൊന്നും അല്ല ഈ കല്യാണം എന്ന് പറഞ്ഞാൽ, അത് നല്ല കഷ്ടപ്പെട്ടാലേ അത് നല്ലൊരു ബന്ധം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ വഴക്കൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് അത് ഒന്നുമല്ലടാ എൻ്റെ കല്യാണം കഴിയാനല്ലേ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും കല്യാണം കഴിയത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തിട്ടാണ് ആ കൊച്ചു എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സങ്കടം പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ കുഴപ്പമില്ല കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചെന്ന് പറയുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഹരീഷാണെങ്കിൽ ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് നീതു വന്ന് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനല്ലടാ അവള് ഞങ്ങൾ വേറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ സങ്കടം പറഞ്ഞത് അല്ലാതൊന്നും അല്ല എന്നൊക്കെ പറയുന്നത് ഹരീഷിന് മനസ്സിലാവുന്നുണ്ട്. നീതു എന്തൊക്കെ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബയ്യാണെങ്കിൽ പറയുന്നുണ്ട് ഏട്ടാ ഇവിടെ നിൽക്കണം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏട്ടൻ ഇനിയും സങ്കടമാവാൻ നമുക്ക് പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുഭാഷ് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പുറത്ത് പോയി ഫോൺ ഓഫാക്കി വെക്കില്ലേ, ഫോൺ ഓണാക്കി വെക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് എന്നെ കാണുമ്പോൾ നമ്മുടെ സുധീഷിനൊക്കെ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്നത് നമ്മൾ നീതുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഹരീഷ് പോയിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട് നീതുവിൻ്റെ അടുത്ത് പുറത്തിറങ്ങി വരാൻ പറയുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ ഹരീഷ് ആണെങ്കിൽ നല്ലത് കൊടുക്കുന്നുണ്ട് നമ്മളെ നീതുവിന് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.